അപ്പോൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു, ഈശോയുടെ സങ്കടകരമായിട്ട് ഇത്രയും കാലം നിന്നെ തേടി രാവിലെ ഞാൻ മറ്റെന്തിലും ഉപരിയായി നിന്നെ തേടി ഞാൻ വന്നിട്ട് നീ എന്നെ മറന്നുപോയത് ഞാൻ ചോദിച്ചു. നീ എന്നെ മറന്നുപോയല്ലോ, എന്നെ ഉപേക്ഷിച്ചല്ലോ, നീ സങ്കടപ്പെട്ട് ഓർത്ത തലയണ പലപ്പോഴും എൻ്റെ കണ്ണുനീര് വീണ് ആരും അറിയാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭവനത്ത് ഒരുമയുണ്ടെങ്കിൽ സമൂഹം നന്നാവും, സമൂഹം നന്നായി എന്നൊക്കെ പറഞ്ഞ് ചില ചിന്തകൾ പറഞ്ഞു. ആ ചിന്തകൾ പറഞ്ഞപ്പോൾ ആ പങ്കുവെച്ച പെൺകുട്ടിയെ ബാധിക്കുന്നതാണ് കരുതി അവൾ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ യേശു പറഞ്ഞു, നീ വലിയ രാജാവാണെന്നും മഹോന്നതനാണെന്നും നിനക്ക് അസാധ്യമായിട്ടോ നീ ഇങ്ങനെ മരിച്ചെടുത്ത് ഉയർത്തുമെന്നാണ് പറയുന്നത്. ഈസ്റ്റർ ദിവസം നമുക്ക് എക്സാം ഒന്ന് മാറ്റി വയ്ക്കാമല്ലോ, ഒന്ന് ചിരിച്ച് ഒരു കള്ളച്ചിരിയൊക്കെ പാസ്സാക്കി ഞാൻ കിടന്നു. രാവിലെ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പത്രവാർത്ത ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടി എക്സാം മാറ്റി വെച്ചെന്നുള്ളതാണ്. ഒരു ദിവസം അങ്ങനെ രാത്രി ആരാധനയ്ക്ക് പോയി രാവിലെ 5:30 അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ അവിടെ ഇരുട്ട് കാരണം ഭയന്നുപോയി. അത് നല്ല സ്ഥലമാണെന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് അവിടെ വെച്ച് അങ്ങനെ പെട്ടെന്ന് ഞെട്ടലുണ്ടായി. മുൻപോട്ട് നടക്കാനും വയ്യ, ആരും കൂട്ടത്തില്ല. നമുക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൊന്തയിൽ എനിക്ക് സുഗന്ധം അനുഭവപ്പെടുകയും എൻ്റെ വീടെത്തോളം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായി. ഹസ്ബൻഡിൻ്റെ പേര് ജോസ് മാത്യു, സണ്ണി എന്ന് വിളിക്കുന്നു. എൻ്റെ പേര് റോസമ്മ പി എ റെക്കോർഡിക്കൽ റോസി. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ആശിഷ് ജോസ്, അവനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. മോള് ഡെൻറ്റിസ്റ്റാണ് അപർണ ജോസ്. അവളുടെ ഹസ്ബൻഡും ഡെൻറ്റിസ്റ്റായിട്ട് ഒരു അരീക്കോട് വെറ്റിലപ്പാറ ഇടവകയിൽ താമസിച്ചു വരുന്നു. കുർബാന കേന്ദ്രിതം തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ഹസ്ബൻഡ് ഒരിക്കൽ പോലും സൺഡേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും രാവിലെ ഭർത്താവ് ജോലി സ്ഥലത്തേക്കും ഞാൻ ദേവാലയത്തിലേക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം റിട്ടയർ ആയതിനു ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. ഏകദേശം 25 വർഷത്തോളമായി ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോകുന്നു. കൂടാതെ എനിക്കൊരു പക്ഷേ അത് ദേവാലയത്തിനടുത്ത് എൻ്റെ വീട് ദൈവം ക്രമീകരിച്ച ഒരു കാരണം അത് തന്നെ ആയിരിക്കാം. എങ്കിലും വിശുദ്ധ കുർബാന ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാനോ ഓർക്കാനോ ആവാത്ത വിധത്തിൽ പ്രയാസമാണത്. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നം. പക്ഷേ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. അത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച ശേഷം സമയം കണ്ടെത്തി അതിന് ശേഷം സാധാരണ ഞാൻ ബലിയിൽ പങ്കെടുക്കാറ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അത് എത്ര മണിക്കൂർ ഇരിക്കാനും പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിരുന്ന് എത്ര നേരം ജപമാല ചൊല്ലാനും നമുക്ക് സാധിക്കും. 2012 എനിക്ക് തോന്നുന്നു സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. ഏകദേശം ഒരാഴ്ചക്കാലം 9 ദിവസത്തോളം എനിക്ക് എഴുന്നേൽക്കാനാവാതെ ഇങ്ങനെ കൈക്ക് വേദന സുഖമില്ലാതെ ഞാൻ കിടന്നുപോയി. 1 മാസത്തോളം ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു, ഈശോയുടെ സങ്കടകരമായിട്ട് ഇത്രയും കാലം നിന്നെ തേടി രാവിലെ ഞാൻ മറ്റെന്തിലും ഉപരിയായി നിന്നെ തേടി ഞാൻ വന്നിട്ട് നീ എന്നെ മറന്നുപോയത് ഞാൻ ചോദിച്ചു. നീ എന്നെ മറന്നുപോയല്ലോ, എന്നെ ഉപേക്ഷിച്ചല്ലോ, നീ സങ്കടപ്പെട്ട് ഓർത്ത തലയണ പലപ്പോഴും എൻ്റെ കണ്ണുനീര് വീണ് ആരും അറിയാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ മരിച്ചു അച്ഛൻ ചിറ്റൂരിലെ വല്യച്ഛൻ കോൺവെൻറ്റിൽ ബലിയർപ്പിച്ച ശേഷം വിശുദ്ധ കുർബാനയായിട്ട് എന്നെ തേടി വന്നു എന്നുള്ളത് തന്നെ അപ്പോഴേക്കും ആ സത്യം മനസ്സിലായി. കർത്താവ് എന്നെ അറിയുന്നു എൻ്റെ അവസ്ഥ. ഞങ്ങളുടെ സ്കൂളിലൊരു പ്രശ്നം ഉണ്ടായി. വിഷയത്തിന് ആത്മാർത്ഥ ഇടപെടുകയും അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഷോപ്പ് പിന്നീട് ആ ഷോപ്പൊക്കെ പൂട്ടിപ്പോയി. അപ്പോൾ മോശമായ ചില കാലം അവിടെ ഇറങ്ങിയതിന് പേര് എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ പിരിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഞാൻ നേരിട്ട് കേട്ടില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നു, അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ ഈ സത്യത്തിൻ്റെ പിന്നാലെ ഞാനൊരു ചിന്തകൻ്റെ ഉദ്ധരണിയാണ് ക്ലാസ്സിൽ പറഞ്ഞത്. സ്വന്തം ഭവനത്ത് ഒരുമയുണ്ടെങ്കിൽ സമൂഹം നന്നാവും, സമൂഹം നന്നായി എന്നൊക്കെ പറഞ്ഞ് ചില ചിന്തകൾ പറഞ്ഞു. ആ ചിന്തകൾ പറഞ്ഞപ്പോൾ ആ പങ്കുവെച്ച പെൺകുട്ടിയെ ബാധിക്കുന്നതാണ് കരുതി അവൾ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഞാൻ തിരിച്ച് സ്കൂളിൽ വിട്ട് നടന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇന്ന് എന്നെ പ്രതി നന്മയ്ക്ക് ഞാൻ കൂട്ടില്ല. എന്നെ ഈശോയിങ്ങനെ സംവാദം നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ നിന്നെ പ്രതി നന്മയ്ക്ക് നിൻ്റെ പേരും പറഞ്ഞ് ഇനി ഞാൻ നന്മയ്ക്കില്ലേയില്ല, നിന്നോട് ഈ വിഷയത്തിൽ ഞാൻ കൂട്ടില്ലാന്ന് പറഞ്ഞു പോലും ഒരു ഓട്ടോറിക്ഷ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ കയറി കഴിഞ്ഞപ്പം അവിടെ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ടീച്ചർ പി സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ തൊട്ടടുത്ത സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയാന്ന് പറഞ്ഞു. അന്നേരം അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നോട്, ടീച്ചറുടെ ആ ഈശോയെക്കുറിച്ച് ഉള്ള ക്ലാസ്സുകൾ പറയുന്നതിന് ഫലമായി എൻ്റെ മകൾ കോൺവെൻറ്റിൽ ചേർന്ന് കേട്ടോ സിസ്റ്ററാകാൻ പോയി എന്നുള്ളതാണ്. അപ്പോഴാണ് ഈശോ ക്ഷമ പറഞ്ഞു. കാരണം അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്കുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. ഈശോയുടെ അടികൂടി ഞാൻ വഴക്കൂടുന്ന ഈശോയോട് തന്നെയാണ് അങ്ങനെ ചെയ്തല്ലോ. അതെനിക്ക് ഏറ്റവും വലിയ രസകരമായൊരു സംഭവം ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊരു ഈസ്റ്റർ ദിവസം എക്സാം, ഒരു സെൻട്രൽ എക്സാമാണ്. അപ്പോൾ ഈസ്റ്റർ ദിവസം നമ്മൾ ഭയങ്കര വാദഗതിയാണ്. ഈസ്റ്റർ ദിവസം ക്രിസ്ത്യാനികളുടെ ദിവസമല്ല, എക്സാം എന്തുകൊണ്ട് മാറ്റിരിച്ചുകൂടാന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വച്ച് വയ്ക്കുന്നു. അപ്പോൾ കിടക്കുന്നതിന് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കാമെന്ന് ഞാൻ യേശു പറഞ്ഞു. നീ വലിയ രാജാവാണെന്നും മഹോന്നതനാണെന്നും നിനക്ക് അസാധ്യമായിട്ടോ നീ ഇങ്ങനെ മരിച്ചെടുത്ത് ഉയർത്തുമെന്നാണ് പറയുന്നത്. ഈസ്റ്റർ ദിവസം നമുക്ക് എക്സാം ഒന്ന് മാറ്റി വയ്ക്കാമല്ലോ, ഒന്ന് ചിരിച്ച് ഒരു കള്ളച്ചിരിയൊക്കെ പാസ്സാക്കി ഞാൻ കിടന്നു. രാവിലെ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പത്രവാർത്ത
ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടി എക്സാം മാറ്റി വെച്ചെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ കണ്ണ് നിറയും. കാരണം ഞാൻ ചിലപ്പോഴും ഈശോയോട് വാദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അപ്പോൾ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും മറുപടി തരും. കർത്താവിനെ അറിഞ്ഞപ്പോൾ കർത്താവ് എൻ്റെ എനിക്കൊരു കുറവൊന്നിനുമില്ല. എനിക്ക് എന്ത് ആഗ്രഹിച്ചാലും എന്ത് മോഹിച്ചാലും എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം അത് എന്തെങ്കിലും ഈവൻ ഇപ്പോൾ ഒരു പൈനാപ്പിൾ കഴിക്കണം എന്നൊരാഗ്രഹം വന്നിരിക്കുന്നത്, ആഗ്രഹം വന്നാൽ അപ്പോൾ അത് പൈനാപ്പിൾ വിഷമല്ല ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യമുള്ള ദിവസത്തിന് പഴം കിട്ടിയത് 5-8 വർഷം മുമ്പ്. ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് എനിക്ക് പൈനാപ്പിളിന് സെറ്റോടെ ഇരിക്കുന്നു, ഏതൊരു അമ്മിച്ച് എനിക്ക് വെച്ചിട്ട് പോയി. അങ്ങനെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ പോലും ദൈവികമായി ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക അനുഭവങ്ങളാണ്. ഈശോയുടെ ഗലീലത്തിൽ നടക്കുന്ന ചിത്രം എനിക്ക് വളരെ യൂട്യൂബിൽ കൂടെ പണ്ടേ അട്രാക്റ്റീവ് പടമായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ജവാല് ചൊല്ലി എടുത്തിട്ടുണ്ട്, എന്നാണ് ആ ഗലീല കടലൊക്കെ ഒന്ന് കാണാനാവുക, നീ ആ കടൽത്തീരത്തൊക്കെ പോയി എന്ന് കേട്ടിട്ടുണ്ടാകുമ്പോൾ ചിരിച്ചോണ്ടെങ്കിൽ വേണ്ടും. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഇസ്രായേലിൽ പോകാനും വിശുദ്ധനാട് സന്ദർശിക്കാനും എനിക്ക് ഈശോ നടന്ന വഴിയിൽ കൂടെ ഒരു അനുഭവമായി നടക്കാനൊക്കെയുള്ളൊരു പ്രത്യേക ഒരു അനുഗ്രഹവും ദൈവം എനിക്ക് ആ രൂപത്തിലെടുത്ത് പ്രാർത്ഥിച്ച് തന്നിട്ടുണ്ട്. ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഏറ്റവും ആഴമുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഒരു നേരിയ പാവം, ഒരു വാക്കിലോ ഒരു മനസ്സിലോ എൻ്റെ ചിന്തയിലൊക്കെ വന്നാൽ ഓൺ ദ സ്പോട്ട് എനിക്ക് ഈശോയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈശോയുടെ രൂപം എൻ്റെ വളരെ അടുത്തായതുകൊണ്ടും അപ്പോൾ ആ മുഖത്തേക്ക് നോക്കാനാവാതെ സംസാരിച്ചിട്ടാണ് ഈ കുർബാന സ്വീകരിക്കുക. അപ്പോൾ ഈ പാപബോധം പെട്ടെന്ന് എന്നിൽ, അതാണ് ഈ കുർബാന എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബോധ്യം, എനിക്ക് പാപബോധം വരുന്നു എന്നുള്ളതാണ്. പക്ഷെ കുറ്റബോധം എനിക്കില്ല താനും. ഈ കുമ്പസാരം എത്രത്തോളം സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി 2 അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഒന്ന് 2000 ഞാൻ കുമ്പസാരക്കൂട്ടിൽ പാപം പറയാനാവാതെ ഞാൻ കരഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു, എന്ത് വേദനയാണെങ്കിലും അത് ഏറ്റു പറഞ്ഞ് കുർബാന സ്വീകരിക്കുക, ഇന്നത്തെ 4 മണിക്കത്തെ വിശുദ്ധ കുർബാന ഞാൻ നിനക്കായിട്ട് അർപ്പിക്കുന്നതായിരിക്കും, സഹോദരിക്കുള്ള വിശുദ്ധ കുർബാനയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കുമ്പസാരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ അനുഭവം. രണ്ടാമത് ഞാൻ 2001 സങ്കീർണമയെക്കുറിച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കുമ്പസാരക്കൂട്ടി ചെല്ലുവാണ്. അപ്പോൾ ഭൗതികമായിട്ടും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി കുമ്പസാരക്കൂട്ടി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛനോട് ഒറ്റ വാക്ക് മാത്രമേ മറുപടി നൽകി കേട്ടിട്ട് എളിമപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു മാറ്റർ പറഞ്ഞിട്ടും നിസ്സാരവൽക്കരിച്ച് അതിനെ തള്ളിക്കളഞ്ഞ എന്താ ഒരു കാഴ്ചപ്പാട് ഞാൻ വീണ്ടും ആരും അറിയാതെ ഒരു ധ്യാന സമയമാണ് 20ഓളം വൈദ്യർ കുമ്പസാരി ഇപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു കെട്ടിടത്തിൽ പോയിട്ട് വീണ്ടും ഞാൻ കുമ്പസാരിച്ചു, ഇതേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു എളിമപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതെന്നെ വല്ലാതെ എനിക്ക് ഫീൽ ചെയ്യുക മാത്രമല്ല, എനിക്ക് കുമ്പസാരക്കുള്ളിൽ എനിക്ക് കരച്ചിലൊന്നുള്ളതാണ്. ഞാൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞാൻ ആ മാറ്ററിൻ്റെ ആ വിഷയത്തിൽ ഞാൻ സമ്പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് എളിമപ്പെട്ടപ്പോൾ എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നത് മാത്രമല്ല, അത്രയും സങ്കീർണമായ വിഷയങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് ആ പ്രശ്നം പരിഹരിക്കുകയും മുഴുവനായും സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഏത് വിഷയത്തിലും എനിക്ക് കുർബാന പോലെ തന്നെ അത്രയും മഹത്തരമായ കൂദാശയെ തന്നെ ഞാൻ കണക്കാക്കുന്നതാണ് അന്തിരഞ്ജനത്തിൻ്റെ കൂദാശയ കുമ്പസാരം. ഏറ്റവും കുറവ് 4-5 ജപമാല ദിവസം ഏറ്റവും കുറവ് ചൊല്ലും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പരിശുദ്ധ അമ്മയുടെ കരുണയുടെ സന്ദേശം മെസ്സേജ് എടുത്തിട്ടാണ് ദിവസം എൻ്റെ ആരംഭിക്കുന്നത്, അവസാനിക്കുന്നതും അങ്ങനെ തന്നെ. ഞങ്ങൾ ഈ ആനപ്പന്തി കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സിൽ ആരാധന നടത്തുമായിരുന്നു. അപ്പോൾ ആരാധനയ്ക്ക് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് രാത്രി ഞാൻ പോകുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ രാത്രി ആരാധനയ്ക്ക് പോയി രാവിലെ 5:30 അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ അവിടെ ഇരുട്ട് കാരണം ഭയം പെട്ടെന്ന് എനിക്ക് വന്നു. മുൻപോട്ട് നടക്കാനാവാതെ അവിടെ ഒരു ഹോസ്റ്റൽ സ്ഥലമാണ്, അത് നല്ല സ്ഥലമാണെന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് അവിടെ വെച്ച് അങ്ങനെ പെട്ടെന്ന് ഞെട്ടലുണ്ടായി. അപ്പം മുൻപോട്ട് നടക്കാനും വയ്യ, ആരും കൂട്ടത്തില്ല. നമുക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൊന്തയിൽ എനിക്ക് സുഗന്ധം അനുഭവപ്പെടുകയും എൻ്റെ വീടെത്തോളം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായി ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു വ്യക്തിപരമായിട്ടുള്ള പരിശുദ്ധ അമ്മയായിട്ടുള്ള സുഗന്ധം. അതിനുശേഷം പിന്നെ ധ്യാനം കൂടിക്കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ തനിച്ചിരുന്ന് ഒരു 3 മണി സമയം പകൽ സമയത്ത് ഇവിടെ ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. ഒരു 2 അങ്ങനത്തെ ആ സുഖം നമുക്ക് എത്ര പെർഫ്യൂം അടിച്ചാലും ഇപ്പോൾ ഈ വീട് മുഴുവനും എങ്ങനെ സ്പ്രേ ചെയ്താലും ആ ഗന്ധത്തിൻ്റെ ഒരു ഗന്ധം നമുക്ക് അങ്ങനെ 2 വട്ടം വ്യക്തിപരമായിട്ട് അങ്ങനെ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 10ാം ക്ലാസ് വർഷം ഞാൻ മാത്രമായിരുന്നു ബയോളജി പഠിപ്പിച്ചത്. ടീച്ചർക്ക് എന്തോ ലീവ് എടുത്ത് പോകാം, ഞാൻ തന്നെ 10th ക്ലാസ് കൈകാര്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്കൊരു ഭയമായി, ഒരു കുട്ടി തോറ്റുപോയി കഴിഞ്ഞാൽ റിസൾട്ട് പോകുമല്ലോ. ഞാൻ എന്നും മാതാവിനോട് പറയും, എനിക്ക് എല്ലാവരും ഒന്ന് ജയിപ്പിച്ചതാണ് കേട്ടോ ഈശോ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഞാൻ രാത്രി പ്രാർത്ഥിച്ച് കിടക്കും, ഈശോ ഒന്ന് ജയിപ്പിച്ച്. എല്ലാ വർഷം തലശ്ശേരി രൂപതയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ ബയോളജി എന്നൊരു അവാർഡ് കിട്ടിയെന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അനുഭവ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, വല്ലാർപാടം പള്ളിയിൽ ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രശസ്ത ഗായകനായ സേവ്യർ അങ്കിൾ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പരിശുദ്ധ അമ്മ പറഞ്ഞു എന്നെ പരിചയപ്പെടണം. അപ്പം ഞാൻ വിചാരിച്ച് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ഒരിക്കലും നിങ്ങൾ എന്നെ അറിയില്ല.
അമ്മ അങ്ങനെ പറയാൻ വഴിയില്ല, അയാൾക്ക് എന്തോ കാര്യമായി തകരാറാണ് സത്യത്തിൽ ഞാൻ അന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെങ്കിലും അയാൾ എൻ്റെ അഡ്രസ്സ് വാങ്ങി ഫോൺ നമ്പറൊക്കെ കൊടുത്തു, അങ്ങനെ സംസാരിച്ച് പിരിഞ്ഞു. അത് കഴിഞ്ഞ് 6 മാസം അയാൾ എന്നെ വിളിച്ചു. കരിക്കോട്ടേക്ക് ഒരു സ്ഥലം അറിയോ, അവിടെ എടപ്പുഴ എന്നൊരു സ്ഥലമുണ്ട്, ആ ഭാഗത്ത് എൻ്റെ മകൾക്കൊരു കല്യാണം വന്നു, അപ്പോൾ അറിയൂ ചോദിച്ചു. അങ്ങനെ ആരും അറിയാത്ത ഈ ഭാഗത്തേക്ക് മകളെ കെട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ അയാളുടെ മകൾ ഇവിടെ വെച്ച് ഒരുങ്ങുകയും ഒരു 35ഓളം പേർക്ക് ഇവിടെ വെച്ച് ഭക്ഷണം കൊടുക്കാനും പെൺകുട്ടി ഇവിടെ വെച്ച് ബ്യൂട്ടീഷ്യന് വരച്ച് ഒരുക്കി ഒരു വിവാഹകർമ്മം ഇവിടെ നടത്തി എന്നുള്ളതാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്ന, പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ജീവിക്കുന്ന പഞ്ചായത്തും എൻ്റെ സ്ഥലവും വളരെ വ്യക്തമായിട്ട് അറിയാം. ജീവിതത്തിൽ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നഘട്ടങ്ങളിലും ഈ വചനമാണ് എൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം പലവട്ടം ഒരുവിട്ടും വചനം എഴുതി വയ്ക്കുകയാണ് ഞാൻ. എൻ്റെ സ്വന്തം സഹചാരിയായിട്ട് എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം വഹിച്ച് നടക്കാറുണ്ട്. ഒപ്പം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല വചനം എഴുതിയൊരു കടലാസെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പലപ്പോഴും എൻ്റെ കൈ സംബന്ധമായിട്ട് അസുഖം വന്നിട്ട് എനിക്ക് എഴുതാൻ ബ്ലാക്ക് ബോർഡ് സമറിൽ നിന്ന് എഴുതാനാവാതെ ബ്ലാക്ക് ബോർഡ് എഴുതാൻ വളരെ വിഷമിച്ച കാലഘട്ടമുണ്ട്. അപ്പോഴേക്ക് ഈ വചനം എനിക്ക് തോന്നുന്നു, ആ ബൈബിൾ ഈ ബാഗിൽ വഹിച്ച് ആ പെയിൻ എനിക്ക് അത്യാവശ്യം ജോലി ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ സെൻഡ് ഓഫ് ദിവസം എൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നു, അന്നത്തെ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ ടീച്ചറാണ്. ടീച്ചർ എന്താണ് സമ്മാനം വേണം, അപ്പോൾ ഒന്നും വേണ്ട സമ്മാനം. അപ്പോൾ ഞാൻ ഒരു ക്രൂശ് രൂപം തന്നെങ്കിൽ തമാശയ്ക്കാണ് അത് പറഞ്ഞെങ്കിലും അവർ എല്ലാവരും സഹകരിച്ച് എനിക്കൊരു ക്രൂശ് രൂപം സമ്മാനം തന്നു. റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാപങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ്. തമാശയ്ക്ക് പോലും വർത്തമാനം പറയാനോ അല്ലെങ്കിൽ ആരെയും കളിയാക്കാനോ ആവശ്യമില്ലാത്ത കേൾക്കാനോ പറയാം അവിടെ അങ്ങനെ സംഭവിക്കുന്നതല്ല. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പം അത്തരം സാഹചര്യങ്ങളില്ലാത്ത കുറേയേറെ ദൈവത്തിലേക്ക് എടുക്കാനും ദൈവമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ യേശു അമ്മയെ ചേർന്നിരിക്കാൻ സാധിക്കും എന്നുള്ളത് റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ നേട്ടം എനിക്ക്. പിന്നെ പാപ സാഹചര്യങ്ങളും കുറവാണ്, ആരെയും കാണുന്നില്ല. അപ്പോൾ കുട്ടികളാണ് ദേഷ്യത്തോട് പറയേണ്ടി വന്ന സാഹചര്യം വരുന്നില്ല. അതുകൊണ്ട് ജീവൻ, നമ്മൾ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പൂർണ്ണത നിത്യജീവനിലേക്കാണ്. അപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാളധികം സ്നേഹിക്കപ്പെടുന്നതിനേക്കാളധികം സ്നേഹിക്കുവാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു കഴിവ് ഈ വചനം വായിക്കുന്ന വഴി വചനത്തിലൂടെ വിശുദ്ധ കുർബാന എനിക്ക് ലഭിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ എല്ലാ കൊച്ചു നിമിഷങ്ങൾ പോലും അത് ദൈവകരങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ദൈവം എന്നെ നയിക്കും എന്നും എക്കാലവും. ഈശോ അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് വിശ്വസിക്കുന്ന ആളാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.